യുഡിഎഫിന്റെ ബഹുമാന്യരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നിലമ്പൂരിലെ നാട്ടുകാരായ വോട്ടർമാരായ പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിലെ ദേശവാസികളായ എന്റെ സഹോദരന്മാരെ, സഹോദരിമാർ, ഞാൻ നേതാക്കന്മാരുടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നില്ല. കാരണം സ്ഥാനാർത്ഥി പര്യടനം വളരെ കൃത്യമായിട്ട് നടക്കേണ്ടതാണ്. നമ്മൾ ഇന്നിവിടുന്ന് ആരംഭിക്കുകയാണ് ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി. ഒരു സ്ഥലത്ത് വൈകിയാൽ എല്ലാ സ്ഥലത്തും വൈകും. രാത്രി സമയപരിധിക്ക് മുമ്പ് തീർക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അത് നമ്മുടെ നാട്ടുകാർക്ക്, വോട്ടർമാർക്ക്, കാത്തു നിൽക്കുന്നവർക്ക്, നമുക്കൊക്കെ വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ 2-3 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ളതാകട്ടെ യുഡിഎഫിന്റെ സമുന്നതരായ നേതാക്കളാണ്. കേരളത്തിലെ യുഡിഎഫിന്റെ, കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ലാലിനെ പോലുള്ള, പ്രിയപ്പെട്ട മഹേഷിനെ പോലുള്ള നേതാക്കൾ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. വളരെ ശക്തമായി കുറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിലമ്പൂരാകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തന കളരി. ഇവിടുന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജനപിന്തുണയാൽ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം. ആ രാഷ്ട്രീയ പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് 1-2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഇത് സംഗതി കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പും നമുക്ക് ദേശീയമായ മാനമുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം യുഡിഎഫിന് ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ട്. യുഡിഎഫിനെ ദേശീയ കാഴ്ചപ്പാടുള്ളൂ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട്, ഇന്ത്യ ആഗ്രഹിക്കുന്ന മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇന്ത്യ അലയൻസിനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനാണ്. ആ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന പിന്തുണയാണ്, വോട്ടാണ് യുഡിഎഫിന് ഇവിടെ നൽകുന്ന വോട്ട് എന്ന് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം എതിർപ്പുകളെ നേരിടുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് ചിലർ പറയുമ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത, യുഡിഎഫ് ഇല്ലാത്ത കേരളം എന്നും ചിലർ പറയുന്നത്? ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇവിടെ വരുമ്പോ, കേരളത്തിലെത്തുമ്പോ അവർ കേരളത്തിൽ മറ്റു പല രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ രൂപീകരിക്കുന്നതും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയം. ഇന്ത്യ അലയൻസ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യ അലയൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ആകമാനം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുള്ള ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ, ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ സഹിഷ്ണുത, ആ മതേതരത്വം, ആ വികാസം, ആ മൈത്രി, മനുഷ്യന് ലഭിച്ചിരുന്ന ബഹുമാനം, ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. എല്ലാവരും ദൈനംദിനം ആ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യം വളരെ വ്യക്തമാണ്. എന്നാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്നിറങ്ങിയത് ഇന്ത്യയിൽ, അന്ന് തുടങ്ങിയതാണ് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും ആ ഒരു തുടക്കം അന്നാണ് തുടങ്ങിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സാമ്പത്തികമായിട്ട് അങ്ങനെയാണ്, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാമൂഹികമായിട്ട് അങ്ങനെയാണ്.
ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇതൊക്കെ ഓരോ ദിവസവും തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ യുവാക്കളുടെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി, തൊഴിലില്ലായ്മ വർദ്ധിച്ച രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് അങ്ങനെയാണ്. കച്ചവടം എല്ലാ സ്ഥലത്തും ദുരിതമാണ്. ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ളതാണ്. ജനങ്ങളുടെ കയ്യിൽ കാശില്ല. നോട്ട് നിരോധനം, ഞാൻ ആ പഴയ കഥ പറയല്ല, ഇതൊക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ടൊന്ന് ഓർത്തു പോകുന്നു എന്ന് മാത്രം. നോട്ട് നിരോധനത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഈ രാജ്യം ഇന്നും ആഗ്രഹിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആളാണ് ഞാൻ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കും, എഴുതി വെക്കേണ്ട വാക്കാണ്. നോട്ട് നിരോധനം ഒരു കുടുക്കാണ്, അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി ഞാനായിട്ട് ആലോചിച്ചിട്ട് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഇന്ന് പുറത്തു കടന്നിട്ടില്ല. നോട്ട് നിരോധനം ഒരു കുടുക്കാണ്. ആ സാമ്പത്തിക കുടുക്ക് അവിടെ കിടക്കുകയാണ്. ഇതിൽ ആര് മോചിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ കഴിയും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസിനെ കഴിയും. ഇത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇത് വളരെ നിർണായകമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിനും ഒരു സന്ദേശം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ എവിടെ ജയിക്കുമ്പോഴും ഇന്ത്യ അലയൻസും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരും ജയിച്ചാൽ മാത്രമേ അത് രാജ്യത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വോട്ട് കേരളത്തെ രക്ഷിക്കാനുള്ള വോട്ട് മാത്രമല്ല, ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റത്തിനുള്ള വോട്ടാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ കഥ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒക്കെ നഷ്ടങ്ങളാണ്. ജനങ്ങൾക്ക് നഷ്ടങ്ങളാണ്, കൃഷിക്ക് നഷ്ടമാണ്. ഞാനിവിടെ ഒറ്റ കാര്യം പറയട്ടെ. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഞാൻ പലപ്പോഴും അതിൽ ഇടപെടാൻ ശ്രമിക്കുന്ന പൊതുപ്രവർത്തകരിൽപ്പെട്ട ഒരാളാണ്. പാർലമെന്റിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും സംസാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പലപ്പോഴും എന്റേതായ പ്രത്യേക പരാമർശങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള മാത്രമല്ല, മാനുഷികമായ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്. ഈ രണ്ട് ഗവൺമെന്റുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും? കാട്ടാന വരുന്നു, ആക്രമിക്കുന്നു, മറ്റു വന്യമൃഗങ്ങൾ വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, കണ്ണീരാണ്. ഈ രണ്ട് ഗവൺമെന്റുകൾ വിചാരിച്ചാൽ ഈ കണ്ണീരിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ സാധിക്കും, ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അതിന് ഡൽഹിയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആളില്ല. അവിടുത്തെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ചിലപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. തെരുവ് നായകളുടെ ആക്രമണം വരെ വർദ്ധിക്കുകയാണ് കേരളത്തിൽ. പാർലമെന്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിഷയമാണ്. നിയമമാണ് പ്രശ്നം. ഇവർ നിയമമാറ്റം തയ്യാറല്ല. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് വീട്ടിന്റെ മുറ്റത്ത് വെച്ച് കുട്ടികൾ മരിച്ച സംഭവം കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഇടക്കാലത്തിന് അറുതി വന്നിരുന്നു, പിന്നെയും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ വേദനകൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാവുന്ന രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടാവണം. അത് UDF-നെ കഴിയൂ. UDF വെറും രാഷ്ട്രീയ മുന്നണി മാത്രമല്ല, കേരളത്തിന് ഏറ്റവും യോജിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഐക്യജനാധിപത്യ മുന്നണി. അതിന് മതേതരത്വമുണ്ട്, സൗഹൃദമുണ്ട്, സഹിഷ്ണുതയുണ്ട്. ആ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിലമ്പൂർക്കാർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. അതിന്റെ സന്ദേശം ഇവിടം കൊണ്ട് നിൽക്കില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസിന് എവിടെയൊക്കെ കരുത്തു കൊടുക്കാൻ കഴിയുമോ അവിടെയൊക്കെ കരുത്തു കൊടുക്കണം. ഒരു വോട്ട് കൊണ്ടെങ്കിൽ ഒരു വോട്ട് കൊണ്ട്, ഒരു വാക്ക് കൊണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ട്. അത് രാജ്യം ആവശ്യപ്പെടുന്ന മാറ്റത്തിനുള്ള നമ്മുടെ പിന്തുണയാണ്, നമ്മുടെ സഹായമാണ്, സഹകരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ തൊട്ടടുത്ത് നിര്യാണം പ്രാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ തുടർന്നാണ് ഇത് സ്ഥലം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഞാൻ ആ നിര്യാണത്തിൽ അനുശോചിക്കുന്നു. സർവശക്തൻ അദ്ദേഹത്തിന് പരലോക ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ സുപ്രഭാതം, കേരളം ആഗ്രഹിക്കുന്ന മാറ്റം, നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം കേരളത്തിനും രാജ്യത്തിനും പുതിയ ഒരു സന്ദേശം നൽകുന്ന, പുതിയ ഒരു കാഹളം മുഴക്കുന്ന, മാറ്റത്തിന്റെ കാഹളം മുഴക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളക്കരയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ഈ കേരളക്കരയിൽ. അസംതൃപ്തരായിട്ടുള്ള കഷ്ടപ്പെട്ട ജനങ്ങൾ, രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്നവരുണ്ട്. തിരുവനന്തപുരത്തൊരു UDF സർക്കാർ അധികാരത്തിൽ വരണം. അത് കേരളത്തിന്റെ ആവശ്യമാണ്, നിലമ്പൂരിന്റെ ആവശ്യമാണ്. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ, പാർശ്വവൽകൃതരുടെ, കഷ്ടപ്പെടുന്നവരുടെ ആവശ്യമാണ്. അതിനുള്ള നമ്മുടെ താങ്ങാണ്, നമ്മുടെ സഹായമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ മഹത്തായ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.